കൃഷ്ണ ഗുരുവായൂരപ്പ, ഞാനിന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് സ്ത്രീകൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഗുരുവായൂർ അമ്പലത്തിലെ വഴിപാടിനെ പറ്റിയിട്ടാണ്. അത് ഏറ്റവും പ്രധാനമാണ്. കാര്യസാധ്യത്തിന് വേണ്ടി എന്ത് കാര്യമാണെങ്കിലും അത് നടക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഏക വഴിപാടാണ് സ്ത്രീകൾക്ക് മാത്രം അത്. കാരണം അതിൻ്റെ പുരുഷന്മാർക്ക് വേറെ വേറെ തലത്തിലാണ്. സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുന്നത് ശരിക്കും കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ആ കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് അടിപ്രദക്ഷിണം എന്ന് പറയും. ഒരു നമ്മളെ ഭഗവാനെ മാത്രം ധ്യാനിച്ചിട്ട് അടിപ്രദക്ഷിണം ഒരടി അടിയായിട്ട് ഇങ്ങനെ വെച്ച് മറ്റൊന്നും നമ്മളെ മനസ്സിലേക്ക് വരരുത്. നമ്മൾ ഏകാഗ്ര ചിത്തയോടെ ആ ഭഗവാനെ മാത്രം മനസ്സിൽ വെച്ചിട്ട് നമ്മൾ ആഗ്രഹം വെച്ചിട്ട് അങ്ങനെ നടക്കുക. അത് ഒരടി പ്രദക്ഷിണം എന്നാണ് പറയുക. അങ്ങനെ എത്ര റൗണ്ട് വേണമെങ്കിലും നമുക്ക് നടക്കാം. എത്ര പ്രാവശ്യം നടന്നാലും അത് കൂടുകയുള്ളൂ. കാരണം ഒരു പ്രാവശ്യമാണെങ്കിലോ 3 പ്രാവശ്യമാണെങ്കിലോ 12 21 എത്ര തവണ വേണമെങ്കിലും അടിപ്രദക്ഷിണം ചെയ്യാം. അത് സ്ത്രീകൾക്ക് മാത്രമാണ് അത് അനുവദനീയമുള്ളൂ. സ്ത്രീകൾക്ക് കാരണം എന്താ വെച്ചാൽ ശയനപ്രദക്ഷിണം പറ്റില്ല. പുരുഷന്മാർക്ക് ശയനപ്രദക്ഷിണമാണ് ഇതിനുള്ള ഒരു വഴിപാട്. കാര്യസാധ്യത്തിനാണത് ഉപയോഗിക്കുക. കാരണം എത്ര വലിയ കാര്യമാണെങ്കിലും ഈ നമ്മളെ സ്വയം ശരീരം കൊണ്ട് അതായത് ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ നമ്മൾ സ്വയം ശരീരം സമർപ്പിക്കുന്ന തരത്തിലാണത് ആ ഒരു വഴിപാട്. അപ്പോൾ അതുകൊണ്ട് അതിന് ഏറ്റവും ഫലപ്രാപ്തി കൂടുതലാണ്. അതാണ് അടിപ്രദക്ഷിണം. സ്ത്രീകൾക്ക് മാത്രമാണ് അടിപ്രദക്ഷിണം ഗുരുവായൂർ ചെയ്യാൻ പാടൂ. പുരുഷന്മാർക്ക് പറ്റുന്നത് ശയനപ്രദക്ഷിണമാണ്. അത് ശരിക്കും ശീവേലി സമയത്തോ മറ്റു സമയത്തോ നട അടച്ചിരിക്കുമ്പോഴോ ഒക്കെ ബുദ്ധിമുട്ടാണ്. ശീവേലി സമയത്ത് പാടില്ല. നട അടച്ചിരിക്കുമ്പോൾ ചെയ്യുന്നത് അവനവൻ്റെ ഇഷ്ടം പോലെയാണ്. നട തുറന്നിരിക്കുമ്പോഴാണ് ശരിക്കും ചെയ്യേണ്ടത്. അത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. നമ്മളെ ഇനി വരുന്ന നമ്മളെ ഭക്തർ സ്ത്രീകളൊക്കെ ഉണ്ടെങ്കിൽ ആ സ്ത്രീകളൊക്കെ അത് ചെയ്യാൻ ശ്രമിച്ചാൽ നല്ലതാണ്. അവരുടെ ഏത് കാര്യങ്ങളും എത്ര വലിയ കാര്യമാണെങ്കിലും ആ ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂരപ്പ ക്ഷേത്രത്തിൽ, കാരണം ഇതിലും മേലെ ഒന്നുമില്ല, ഗുരുവായൂരപ്പൻ തന്നെയാണ് അവസാന വാക്ക്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ മുന്നിൽ സമക്ഷത്തിൽ നമ്മളെ സ്വയം അവിടെ സമർപ്പിച്ച് നടക്കുക. ആ നടക്കുന്നതാണ് അടിപ്രദക്ഷിണം. അത് ചെയ്താൽ നിങ്ങൾ വിചാരിക്കുന്ന ഏത് കാര്യവും നടക്കും, ഉറപ്പാണ്, തീർച്ചയാണത്. ഇത്രമാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഹരേ കൃഷ്ണ.